ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ വചന ശുശ്രൂഷ കേൾക്കുന്ന ആർക്കോ ഇന്ന് ഒരു ദൈവത്തിൻ്റെ ഒരു പദ്ധതി എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ടാണ് ദൈവം ഇന്നത്തെ ഈ ശുശ്രൂഷ എന്നിലൂടെ നിങ്ങളെ കേൾപ്പിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാത്തത് കൊണ്ട് വളരെ മാനസികമായി ബുദ്ധിമുട്ടുകയും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ആരോ ഇന്ന് ഈ ശുശ്രൂഷ കേൾക്കുന്നുണ്ട്. അവരോടാണ് ദൈവം സംസാരിക്കുന്നത്. നമ്മളൊരു കാര്യം അറിഞ്ഞിരിക്കണം, ദൈവം എല്ലാം അതാത് സമയങ്ങളിൽ ചെയ്യുന്നവനാണ്. തക്ക സമയത്താണ് ദൈവം തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഓർത്തിട്ടായിരിക്കാം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറകൾ മക്കൾ നേരായ വഴിക്ക് വരാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പലരും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം. നിങ്ങൾ എന്ത് വിഷയം കൊണ്ടാണെങ്കിലും നിങ്ങൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നുവെങ്കിൽ, നിങ്ങൾ ആ വിഷയത്തിന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കുന്നില്ല എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നുവെങ്കിൽ, നിങ്ങളോടാണ് ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. ദൈവം എല്ലാം അതിൻ്റേതായ തക്ക സമയത്തെ പ്രവർത്തിക്കത്തുള്ളൂ. അതിനായിട്ട് നമുക്ക് ബൈബിളിൽ നിന്നും നമുക്ക് മോശയെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം, മോശയായിരുന്നു ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് ദൈവം കണ്ടത്. എന്നാൽ ആ മോശ ജനിച്ചപ്പോൾ തന്നെ മോശ ഇല്ലാതെ ആക്കുവാനായിട്ടാണ് ശത്രു പദ്ധതികളെ പ്ലാനുകളെ ഒരുക്കിയത്. പക്ഷേ ദൈവം അവിടെ നിന്നും മോശയെ സൂക്ഷിച്ചു. പക്ഷേ ആ മോശ രാജകൊട്ടാരത്തിൽ വളരുവാൻ അതുകൊണ്ടിടയായി. ആ രാജകൊട്ടാരത്തിൽ വളർന്ന മോശയെ സ്വന്തം അമ്മ തന്നെ മുലയൂട്ടുവാനിടയായി. അങ്ങനെ ദൈവം അവിടെ ആ തക്ക സമയത്ത് കരുതലും അയച്ചു. ആ കരുതലിലൂടെ മോശ വളർന്നു, കൊട്ടാരത്തിൽ വളർന്നു, എല്ലാ അഭ്യാസങ്ങളും പഠിച്ചവനായി തികഞ്ഞവനായി വളർന്നു. അടുത്ത ഒരു ഫറവോനാകുവാനായിട്ട്, ഭരണാധികാരിയാകുവാനായിട്ടുള്ള ആ നിലവാരത്തിലാണ് അവിടെ വളർന്നതെങ്കിലും മോശയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു? ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുക എന്നുള്ളതായിരുന്നു. അവിടെ നിന്ന് മോചിപ്പിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്ത ദൗത്യം ദൈവം മോശയിലാണ് കണ്ടത്. അതുകൊണ്ടിട്ട് മോശയെ ദൈവം പിന്നെ നമ്മൾ കാണുന്നത് മോശ ആടിനെ മേയ്ക്കുന്ന ഒരു നിലവാരത്തിലേക്ക് മോശയുടെ ജീവിതം മാറുന്നതാണ്. അവിടെ 40 വർഷക്കാലം മരുഭൂമിയിൽ ആടുകളെ മേയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറി. അവസാനം മോശയ്ക്ക് സ്വയം സംസാരിക്കാൻ പോലും നല്ലൊരു നാവില്ലാത്ത അവസ്ഥ, തടിച്ച നാവായി മാറിയ ഒരവസ്ഥ. അങ്ങനെ 80 വയസ്സ് പ്രായമായതിനു ശേഷമാണ് ദൈവം തൻ്റെ ഉദ്ദേശത്തിലേക്ക് മോശയെ എത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കെന്താ മനസ്സിലാക്കാൻ കഴിയുക? മോശയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി വലുതായിരുന്നു. ആ വലിയ പദ്ധതി ഉള്ളത് കൊണ്ട് ദൈവത്തിന് മോശയെ പൂർണ്ണമായിട്ടും എടുത്തുപയോഗിക്കണമെങ്കിൽ മോശയുടെ കഴിവോ മോശയുടെ പ്രാപ്തിയോ മോശയുടേതായ യാതൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ദൈവം മോശയുടേതായിട്ടുള്ള യാതൊരു കഴിവും എടുത്തുപയോഗിച്ചില്ല. രാജകൊട്ടാരത്തിൽ വളർന്നെങ്കിൽ അവിടെയുള്ള അഭ്യാസങ്ങളോ അവിടെയുള്ള കഴിവുകളോ ഒന്നും ദൈവം ഉപയോഗിച്ചില്ല. അവസാനം നാക്ക് സംസാരിക്കാൻ പോലും കഴിവില്ലാത്ത രീതിയിൽ നാവ് തടിച്ച ഒരവസ്ഥയിൽ വന്നതിന് ശേഷം, വെറും ഒരു ആട്ടിടേൻ്റേതായ അവസ്ഥയിൽ വന്നതിന് ശേഷം, ഒരു കഴിവുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മോശ വന്നതിന് ശേഷമാണ് ദൈവം മോശയെ തൻ്റെ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്തതും ഉപയോഗിക്കുന്നതും. അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതി പൂർണ്ണമായിട്ടും മോശയിലൂടെ ദൈവം നിറവേറ്റി. ഇതുപോലെ തന്നെയാണ് നമ്മളെ ഓരോരുത്തരെയും കുറിച്ചിട്ട് ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിന് ഓരോ പദ്ധതികളുണ്ട്. നമ്മുടെ മക്കളെക്കുറിച്ച് പദ്ധതിയുണ്ട്, നമ്മുടെ ജീവിത നിലവാരത്തെക്കുറിച്ച് പദ്ധതിയുണ്ട്. ഇതെല്ലാം ദൈവം മുന്നേ കൂട്ടി നിശ്ചയിച്ച് വെച്ചിരിക്കുന്നതാണ്. അതനുസരിച്ച് മാത്രമേ നമ്മുടെ ജീവിതത്തിലെല്ലാം നടക്കൂ. പക്ഷേ നമ്മളെ ഇപ്പോഴത്തെ ആ സാഹചര്യവും നമ്മുടെ ആഗ്രഹവും ഒക്കെ അനുസരിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെല്ലാം ദൈവം കേട്ടു എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ദൈവം തക്ക സമയത്ത് ദൈവം അതിൻ്റെ വിടുതലുകൾ അയക്കും. നിങ്ങളതിന് മടുപ്പ് തോന്നണ്ട. നിങ്ങളതിൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ലയോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ദൈവമില്ലയോ എന്ന് പോലും വിചാരിച്ച് പോകുന്ന നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ദൈവത്തിൻ്റെ പ്ലാനിലും പദ്ധതിയിലും ഉള്ളതായത് കൊണ്ടാണ് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം തക്ക സമയത്ത് കാര്യങ്ങളെ നടക്കും. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉള്ളവരായതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നടക്കാത്തത്. പക്ഷേ അത് നടന്നിരിക്കും. എപ്പോഴാണ് നടക്കുന്നത്? തക്ക സമയത്ത്, ദൈവത്തിൻ്റെ സമയത്ത്
ആ വിടുതൽ നടന്നിരിക്കും, ആ ഉയർച്ച പ്രാപിച്ചിരിക്കും, ആ മക്കൾ ദൈവസന്നിധിയിൽ വന്നിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തികമായ വിടുതലുകൾ തക്ക സമയത്ത് നടന്നിരിക്കും. നിങ്ങൾ ആരിലാണ് പ്രത്യാശ വച്ചിരിക്കുന്നത്? ക്രിസ്തുവിലാണെങ്കിൽ അവൻ്റെ മുഖത്ത് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോകുവാൻ അനുവദിക്കത്തില്ല ദൈവം. അത് വചനം അങ്ങനെ തന്നെയാണെങ്കിൽ അതങ്ങനെ തന്നെ. പിന്നെ നമ്മൾ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് വരണമെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അതിന് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രിസ്തുവിൻ്റെ ഉപദേശപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുവരിലും ദൈവമില്ല എന്നാണ് നമ്മൾ യോഹന്നാൻ്റെ 2-ാം ലേഖനം 1:9 നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ദൈവപ്രവൃത്തി പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ വായിക്കുക. സുവിശേഷങ്ങളിൽ നിന്നും ക്രിസ്തു ഉപദേശിച്ച ഉപദേശങ്ങളെ നിങ്ങൾ വായിക്കുക. അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നുവെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കും. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. സാമ്പത്തിക വഴികൾ തുറക്കപ്പെടും. കാരണം യേശു പറഞ്ഞിരിക്കുകയാണ്, മത്തായിയുടെ സുവിശേഷം 6:33 പറഞ്ഞിരിക്കുക, മുൻപേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇവയൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ദൈവരാജ്യം അന്വേഷിക്കുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഫാസ്റ്റായിട്ട് വരും. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകും. നിങ്ങൾ ചെയ്യേണ്ടതൊന്നും മാത്രമേ ഉള്ളൂ, ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ അറിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തെ കറക്റ്റ് ചെയ്യാനായിട്ട് സമർപ്പിക്കുക. അവിടെയും നിങ്ങൾക്ക് വീഴ്ച വരുമ്പോഴും നിങ്ങൾ ഭയപ്പെടേണ്ട. ക്രിസ്തു ഇന്ന് പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് മധ്യസ്ഥനായിട്ടുണ്ട്. ആ യേശുവിൻ്റെ സന്നിധിയിലേക്ക് യേശുവെ എനിക്ക് ഇത്രേ കഴിയുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ചെന്നാൽ നിങ്ങൾ ദൈവരാജ്യത്തിനകത്താണ്. ദൈവരാജ്യത്തിനകത്താണെങ്കിൽ ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളാലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി വരും. ദൈവം നിങ്ങളെല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.